നയപ്രഖ്യാപനത്തിന് പിന്നാലെ രൂക്ഷ വിമർശനവുമായി മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത്. സിലബസ് കാലഹരണപ്പെട്ടുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ച ശിവൻകുട്ടി കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് സമഗ്രമായ പരിഷ്കരണം നടപ്പിലാക്കിയ കാര്യവും ചൂണ്ടിക്കാട്ടി. അന്ന് സിലബസ് പരിഷ്കരണത്തിൽ ഒരു നിർദ്ദേശം പോലും നൽകാത്ത വി.ഡി. സതീശൻ ഇന്ന് കേരള സിലബസ് മോശമാണെന്നും പറഞ്ഞ് മറ്റ് ചില കോഴ്സുകളെ പ്രോത്സാഹിപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുവെന്നും ശിവൻകുട്ടി വിമർശിച്ചു. പൊതുവിദ്യാഭ്യാസ രംഗത്തെ തകർക്കുന്നതിനുള്ള ഗൂഢശ്രമമാണ് നടക്കുന്നതെന്നും ബോധപൂർവം ദേശീയ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നുവെന്നും ശിവൻകുട്ടി കുറ്റപ്പെടുത്തി. ഇതൊരിക്കലും അംഗീകരിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. PM ശ്രീ ഒപ്പുവെച്ചത് ലഭ്യമാകാനുള്ള പണത്തിനു വേണ്ടിയായിരുന്നു. പദ്ധതി നടപ്പിലാക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇനി തീരുമാനമെടുക്കേണ്ടത് UDF സർക്കാരാണ്. നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് കഴിഞ്ഞ സർക്കാർ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട് എന്നും ശിവൻകുട്ടി പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് നടന്നതിന് പിന്നാലെ പ്രതിഷേധമുണ്ടായെന്ന കാര്യം ശരിയാണ്. ശക്തമായ പ്രതിഷേധത്തെ വകവെക്കാതെ 2 വാഹനങ്ങൾ പ്രതിഷേധക്കാർക്ക് നേരെ കൊണ്ടുവരുന്നതിന് ശേഷമാണ് പ്രശ്നങ്ങൾ വഷളായത്. ED ഉദ്യോഗസ്ഥർ പ്രതിഷേധക്കാർക്ക് നേരെ വാഹനങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്തത്. അത് കൂടുതൽ പ്രശ്നങ്ങൾക്കിടയാക്കി. നിയമപരമായ നടപടികൾ കോടതി തീരുമാനിക്കട്ടെ. അതേസമയം മുഖ്യമന്ത്രിക്കെതിരെയും ശിവൻകുട്ടി വിമർശനം ഉന്നയിച്ചു. വി.ഡി. സതീശൻ ഡൽഹിയിൽ പോയതിനു ശേഷമാണ് പെട്ടെന്നുള്ള ED നടപടി ഉണ്ടായതെന്ന് എല്ലാവർക്കും അറിയാമെന്നും ശിവൻകുട്ടി പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഒരു കാര്യത്തിനും മറുപടി പറയുന്നില്ലെന്നും LDF ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളൊന്നും പരിഹാരം കാണുന്നില്ലെന്നും ശിവൻകുട്ടി കുറ്റപ്പെടുത്തി.